ഇനി മലയാളികൾ എങ്ങനെ മീൻ പൊരിക്കും? മലയാളികൾ ഇനി എങ്ങനെ പപ്പടം വറക്കും? കാരണം എന്തെന്നറിയോ? കേരളത്തിൽ വെളിച്ചെണ്ണ വിലയിൽ റെക്കോർഡ് ഉയരത്തിലാണ്. ലിറ്ററിന് 360 രൂപയിലേക്കാണ് വില ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് കൂടിയ വില നിലവാരം ആണിത്. തേങ്ങയുടെ ലഭ്യത കുറവും സപ്ലൈ കുറഞ്ഞതുമാണ് വില വർദ്ധിക്കാൻ കാരണം. നിലവിലെ സ്ഥിതി തുടർന്നാൽ വൈകാതെ ലിറ്റർ വില 500 രൂപയിലേക്ക് എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കേരളത്തിലെ മൊത്ത വിതരണ വില ചിലയിടങ്ങളിൽ കിലോയ്ക്ക് 300 രൂപയാണ്. കൊച്ചിയിലെ ചില പ്രദേശങ്ങളിൽ ഇത് 290 രൂപയും ആണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ മാത്രം വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 20-25 രൂപയാണ് ഉയർന്നിരിക്കുന്നത്. നാളികേരത്തിനും കേരളത്തിൽ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ പരമ്പരാഗതമായി കേരളത്തിലേക്ക് നാളികേരം എത്തുന്ന സംസ്ഥാനങ്ങളിലും നാളികേര ഉൽപ്പാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ കർഷകർ കാലാവസ്ഥ സംബന്ധമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇവിടെയും വിളവെടുപ്പിൽ കുറവുണ്ടായത് കൊപ്രയുടെ വില ഉയരാൻ കാരണമായി. ഇന്ത്യയിൽ വെളിച്ചെണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന 2000-ലധികം കമ്പനികളാണുള്ളത്. ഇവയിൽ 400 എണ്ണവും കേരളത്തിലാണ്. ഈ മേഖലയിൽ മാത്രം 500,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിയാൽ 2017-2018 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ വെളിച്ചെണ്ണ വില വർദ്ധിച്ചിരുന്നത്. ആ സമയത്ത് കിലോയ്ക്ക് ഏകദേശം 204 രൂപ വരെയാണ് വില ഉയർന്നിരുന്നത്. നിലവിൽ കേരളത്തിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 350-360 രൂപയാണ് വില. പാക്ക് ചെയ്ത ഓയിലിന് ഏകദേശം 370 രൂപയിലേക്കും വില എത്തി നിൽക്കുന്നതായി അറിയാനായിട്ട് സാധിക്കും. അടുത്ത ഏതാനും മാസങ്ങൾക്കകം കേരളത്തിൽ ഓണവിപണി ഉയരും. കേരളത്തിൽ ഓണക്കാലത്ത് വലിയ വിൽപ്പന നടക്കുന്ന ഒരു ഉൽപ്പന്നമാണ് വെളിച്ചെണ്ണ. ഇക്കാരണത്താൽ വില ഇനിയും വർദ്ധിക്കുന്നത് വിൽപ്പനയിൽ ഇടിവുണ്ടാക്കുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വില വർധന ഉപഭോക്താക്കളെയും മാനുഫാക്ചറിംഗ് കമ്പനികളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. വില വർധനയുടെ ആഘാതം കുറയ്ക്കാൻ ഇതോടെ കമ്പനികൾ വേറിട്ട വഴികൾ തേടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒറ്റയടിക്ക് വില കൂട്ടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാതെ അളവ് കുറച്ച് ചെറിയ പാക്കറ്റുകളിൽ വെളിച്ചെണ്ണ നൽകുന്നതാണ് പുതിയ ട്രെൻഡ്. ഇത്തരത്തിൽ സെയിൽസ് വോളിയം കുറയാതെ നോക്കാനും സാധിക്കുന്നുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ചും ഇത്തരം ചെറിയ പാക്കറ്റുകൾ നേട്ടമാണ്. ഒറ്റയടിക്ക് കൂടിയ തുക നൽകി വലിയ പാക്കറ്റുകൾ വാങ്ങുന്നതിനേക്കാൾ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ വാങ്ങാൻ ഇതിലൂടെ സാധിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിക്കാനുണ്ടായ മറ്റൊരു പ്രധാന കാരണം ആഗോളതലത്തിൽ കൊപ്രയ്ക്കുണ്ടായ ലഭ്യതക്കുറവാണ്. ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് അടക്കമുള്ള പ്രധാന നാളികേര ഉൽപ്പാദക രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞത് സപ്ലൈ കുറയാനും വില ഉയരാനും കാരണമായി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ചൈന വലിയ തോതിൽ തേങ്ങ വാങ്ങുന്നതും ആഗോള വിപണിയിലെ ഡിമാൻഡ് ഉയർത്തി നിർത്തുന്നു. രാജ്യാന്തര വിപണിയിൽ പാം ഓയിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കം ഉയർന്നതും വില വർധനയ്ക്ക് മറ്റൊരു കാരണമായി എന്ന് പറയുന്നു.